ഹായ് ഫ്രണ്ട്സ്, CUET UG ഇനി ഓൺലൈൻ പരീക്ഷ ഏത് വിഷയവും ആകുകയും ചെയ്യാം. ഇനി ഓൺലൈൻ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇത്രനാളും ഓൺലൈൻ പരീക്ഷയല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നേക്കാം. ഓൺലൈനുണ്ട്, ഓഫ്ലൈനും ഉണ്ടായിരുന്നു. ഇനി ഓൺലൈൻ മാത്രമായിരിക്കും. മാത്രമല്ല, ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഏത് കോമ്പിനേഷൻ, അതായത് സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, നിങ്ങൾ എന്ത് പഠിച്ചോ പ്ലസ് ടുവിന്, നിങ്ങൾക്ക് CUET UG എഴുതുമ്പം ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യുക. അതായത് കൊമേഴ്സ് പഠിച്ച കുട്ടിക്ക് സയൻസ് ഓപ്റ്റ് ചെയ്യുക, ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിക്ക് സയൻസ് ഓപ്റ്റ് ചെയ്യുക, സയൻസ് പഠിച്ചവർക്ക് കൊമേഴ്സ് ഓപ്റ്റ് ചെയ്യുക, കൊമേഴ്സ് സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യുക, ആ രീതിയിൽ. പക്ഷേ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഇതിങ്ങനെ കൊണ്ടുവരാൻ കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലവിലുള്ള അതിർവരമ്പുകൾ മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പ്ലസ് ടുവിന് പഠിച്ച വിഷയങ്ങൾ പരിഗണിക്കാതെ ഏത് വിഷയവും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം എന്ന രീതിയിലുള്ള ഒരവസരം നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ വിഷയങ്ങളുടെ എണ്ണം കൂടുതൽ 63 നിന്നും 37 കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ മുന്നിൽ കാണുന്ന വിഷയങ്ങൾ 37 മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഒഴിവാക്കിയതൊക്കെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാറ്റഗറിയിലേക്ക് പെടുത്തി. അതായത് അതായത് നമ്മുടെ ഇന്ന കോഴ്സിന് വേണ്ടുന്ന എക്സാക്റ്റ് സബ്ജക്റ്റ് ഇതിൽ കാണുന്നില്ലല്ലോ ഓപ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് അല്ലെങ്കിൽ ഓപ്ഷനല്ല, ആ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പരിഗണിക്കുന്നത്. ഇപ്പോൾ ഒഴിവാക്കിയ മുന്നേ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന അത്തരത്തിലുള്ള കോഴ്സിന് വേണ്ടുന്ന പേപ്പേഴ്സൊക്കെ ഇനി ബേസ് ചെയ്യുന്നത്, ആ പേപ്പറിന് പകരം നമ്മൾ ബേസ് ചെയ്യേണ്ടത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വെച്ചുകൊണ്ടായിരിക്കും. അതായത് ഒരുപാട് കോഴ്സസിലേക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി സെലക്ഷൻ. എന്നാൽ കുറേ പേപ്പറിലേക്ക്, കുറേ കോമ്പിനേഷനിലേക്ക് അതായത് സബ്ജക്റ്റ് 37 സബ്ജക്റ്റ് ഉണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾക്ക് ഓരോ കുട്ടിക്കും 6 വിഷയങ്ങൾ വരെ, പരമാവധി 6 വിഷയങ്ങൾ പരീക്ഷ എഴുതാമായിരുന്നു. അതിപ്പോൾ 5 കുറച്ചിട്ടുണ്ട്. ഓരോന്നിനും 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെയുള്ള എക്സാം ആയിരുന്നു. അത് മാറ്റി 60 മിനിറ്റ്, അതായത് 1 മണിക്കൂറുള്ള എക്സാം. 6 പേപ്പറിൽ നിങ്ങൾക്ക് ഇനി 5 പേപ്പർ, അതായത് നിങ്ങൾ ഏതൊക്കെ കോഴ്സാണോ ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട 5 പേപ്പറുകളിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. നിങ്ങളെ സെലക്ഷന് പരിഗണിക്കുന്ന ആ 5 വിഷയങ്ങളുടെയും ഓരോന്നിൻ്റെയും എക്സാം 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറുള്ള ഓൺലൈൻ എക്സാം ആയിരിക്കും. അപ്പോൾ പ്ലസ് ടുവിന് ഏത് കോമ്പിനേഷൻ നിങ്ങൾ പഠിക്കട്ടെ, കോളേജിലേക്ക് വേണ്ടിയിട്ട് CUET UG എഴുതുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള 5 പേപ്പർ ഓപ്റ്റ് ചെയ്യാം. 5 പേപ്പറിൽ എക്സാം എഴുതാം. ആ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കോഴ്സസിലേക്കൊക്കെ പോകാം. അതായത് 63 സബ്ജക്റ്റ് ഉള്ളത് 37 കുറച്ചിട്ടുണ്ട്. ആ 37 പെടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും ആ കോഴ്സിലേക്ക് പരിഗണിക്കുക. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ CUET UG 2025 നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. 37ഓളം പേപ്പേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 എണ്ണം ഓപ്റ്റ് ചെയ്യാം. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പേപ്പർ എല്ലാവരും എടുക്കുക, കാരണം പല കോഴ്സസിലേക്കും അതായിരിക്കും പരിഗണിക്കുന്നത്. നാഷണലൈസ്ഡ് യൂണിവേഴ്സിറ്റികളിൽ, അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ ഡിഗ്രി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, CUET UG എഴുതൂ, അതിന് തയ്യാറാവും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ്